ശ്രീ ജോർജ് പടിപാറ, ഇന്ന് PV അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ VD സതീശനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. തന്നെ ഒതുക്കലാണോ, PV അൻവറിനെ ഒതുക്കലാണോ, അതോ പിണറായിക്കെതിരെയാണോ യഥാർത്ഥത്തിൽ ഈ VD സതീശൻ്റെ നീക്കം എന്നുള്ളതാണ് അദ്ദേഹം സംശയിക്കുന്നത്. അദ്ദേഹത്തിനൊരു നിഗൂഢ ലക്ഷ്യമുണ്ട്, അത് അന്വേഷിക്കുകയാണ് എന്നുകൂടിയാണ് പറയുന്നത്. KC വേണുഗോപാൽ ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാത്തതിന് പിന്നിൽ VD സതീശൻ്റെ ഭീഷണിയാണ് എന്നുകൂടിയാണെന്ന് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന PV അൻവർ, പ്രതിപക്ഷ നേതാവിനെതിരെ UDF ചെയർമാനെതിരെ പറഞ്ഞിരിക്കുന്ന PV അൻവർ ഇനി UDFിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? ഞാൻ വിചാരിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധ്യമാകുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ മാത്രം കോർണർ ചെയ്ത് അല്ലെങ്കിൽ പിൻ പോയിൻ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിൽ സത്യം പറഞ്ഞ ഒരു യുക്തി നമുക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് VD സതീശൻ മാത്രമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. VD സതീശൻ മാത്രമായിട്ടല്ല സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത്. ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൻ്റെ ഏകകണ്ഠമായ തീരുമാനമായിരുന്നു. കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴുള്ളൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ VD സതീശൻ പറയുന്ന അതേ സ്വരത്തിൽ, അതേ ഭാഷയിൽ, അതേ ഭാവത്തിലാണ് KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും പറയുന്നത്. അതുപോലെ തന്നെ അൻവറിന് പിന്തുണ അർപ്പിക്കാൻ, അവിടെ നിന്നും പ്രതികരണം നടത്താൻ, VD സതീശനെതിരെ എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്താൻ, VD സതീശനെതിരെ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന പ്രതികരണം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്മൃതി, ഇതൊക്കെയാണെങ്കിലും നിലവിലുള്ള AICC എന്താ പറയുക നിയോഗിച്ച KPCC പ്രസിഡൻറ്റും സ്ഥാനത്തു നിന്ന് ഒഴിവാക്കപ്പെട്ട KPCC പ്രസിഡൻറ്റിൻ്റെ വാക്കുകളും തമ്മിൽ അതിൻ്റെ ഒരു മൂല്യത്തിൽ, അതിൻ്റെ ഒരു വെയിറ്റിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡൻറ്റ് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരത്തിലല്ല സംസാരിക്കുന്നതെങ്കിൽ പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ട്. ഈ സ്ഥാനാർത്ഥി ചൊല്ലി പാർട്ടിക്കകത്ത് വല്ലാത്ത ഒരു തരം ആഭ്യന്തര കലഹമുണ്ട്, പ്രശ്നമുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഭാഗ്യവശാൽ VD സതീശൻ ഏത് സ്വരത്തിൽ സംസാരിക്കുന്നോ, VD സതീശൻ കാര്യങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് സണ്ണി ജോസഫും അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഷാഫി ചാലിയം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ സാധാരണഗതിയിൽ ഇത്തരം തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാലക്കാടൊക്കെ നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ ചില മുന്നണിയെയും UDFിനെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് എത്ര പക്വമായിട്ടാണ് കെ മുരളീധരൻ സംസാരിച്ചത്. ഞാൻ PV അൻവർ ഈ മുന്നണിയിലേക്ക് വരണം, UDFിലേക്ക് വരണം, ഒരുമിച്ച് മത്സരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് വരാൻ പറ്റുള്ളൂ. അല്ലാതെ അൻവറിന് വേറെ മാർഗ്ഗമില്ല എന്ന് കെ മുരളീധരൻ എത്ര ഭംഗിയായിട്ടാണ്, എത്ര അസന്നിഗ്ധമായിട്ടാണ്, എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഒന്ന്, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ആരോപണങ്ങൾ, തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണം, അത് തെറ്റാണെന്ന് സമ്മതിക്കണം. രണ്ട്, കോൺഗ്രസും UDFും നിശ്ചയിച്ചൊരു സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് അദ്ദേഹം മാറി ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റണം. ആ സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരണം. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് അദ്ദേഹം തയ്യാറായാൽ ആ നിമിഷം അദ്ദേഹത്തിന് UDFിൽ ഈ പറഞ്ഞ പോലെ UDFിൻ്റെ ഭാഗമാകും, അസോസിയേറ്റ് മെമ്പർഷിപ്പ് പ്രഖ്യാപിക്കും. ഇത് രണ്ടും അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് UDFിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും. അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല എന്ന് മുരളീധരൻ എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. അതേ വാക്കുകൾ ഇന്ന് ഷാഫി ചാലിയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരേ സ്വരത്തിൽ UDF സംസാരിക്കുന്നു. UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവ്, പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഷാഫി ചാലിയും വളരെ കൃത്യമായി പറയുന്നു, അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ശരിയായൊരു രീതിയല്ല. അദ്ദേഹം മാത്രമല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല ആര്യടൻ ഷൗക്കത്ത്, അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേരിൽ, ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ ഈ പ്രതിപക്ഷ നേതാവിനെ മാത്രം കോർണർ ചെയ്യുന്ന ഈ പണി നല്ലതല്ല. രണ്ട്,
തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം UDFിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശരിയല്ല, അദ്ദേഹം ശരിയല്ല, ആ ചോയ്സ് തെറ്റാണ്, അദ്ദേഹം വിജയിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം കുഴപ്പക്കാരനാണ്, അദ്ദേഹത്തെ നിർത്താൻ പാടില്ല എന്ന രീതിയിൽ UDFിൽ പ്രവേശനം കാത്തു കഴിയുന്ന അല്ലെങ്കിൽ UDFിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പരസ്യമായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തെ ആ മുന്നണിയിൽ പ്രവേശിപ്പിക്കുക? എന്ത് രാഷ്ട്രീയ ഔചിത്യമാണത്? എന്ത് രാഷ്ട്രീയ ഒരു എന്താ പറയുക, ഒരു നൈതികതയൊക്കെ ഉണ്ടല്ലോ, ഒരു ധാർമ്മികതയൊക്കെ. ആ മുന്നണിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ മുന്നണിയുടെ തീരുമാനത്തിന് തീർത്തും വിരുദ്ധമായ രീതിയിൽ തുടർച്ചയായി സംസാരിക്കുകയും ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യകാര്യസ്ഥനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്താൽ എങ്ങനെയാണ് അദ്ദേഹത്തെ UDFിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഭാഗമാക്കുക? അത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആയാലും ഘടകകക്ഷി സ്ഥാനമായാലും എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? അപ്പോൾ ഇതെല്ലാം, ഈ വൈതരണികളെല്ലാം അദ്ദേഹം സ്വയം വലിച്ചു വെക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞ, ഷാഫി ചാലിയൻ പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനമാണ്. ആരായാലും ശരി, അത് അൻവറായാലും ശരി, ഏത് പ്രമുഖ നേതാവായാലും ശരി, സാഹചര്യത്തിനനുസരിച്ച് പക്വമായ ഒരു സമീപനം, പക്വമായൊരു പ്രതികരണം, അല്ലാതെ അതിവൈകാരികതയോടെ ഈ കാര്യങ്ങളെ കാണുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ചുമ്മാ അങ്ങോട്ട് തുറന്നടിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ഈ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള അൻവർ ഔട്ട്സ്പോക്കൺ എന്നൊക്കെ ഇന്നലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണ്, അദ്ദേഹത്തിന് തന്നെ അറിയാതെ. പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെ മുമ്പിലെത്തുമ്പോൾ അദ്ദേഹം സ്വയം മറന്നു പോകുന്നോ എന്നെനിക്ക് സംശയം തോന്നുന്നു. അതൊരു നല്ല സമീപനമല്ല. അൻവർ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളുടെ എല്ലാം കാരണങ്ങളിലൊന്ന് അദ്ദേഹം ഈ രീതിയിൽ പലപ്പോഴും ആ സാഹചര്യത്തിന് അപ്പുറത്ത് നിന്ന് പ്രതികരിക്കുന്നു, പറയാൻ പാടില്ലാത്തത് പറയുന്നു, പിന്നെ പറഞ്ഞു പോയതിൽ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതാണ്. അൻവറിൻ്റെ മുമ്പിൽ ഞാൻ വിചാരിക്കുന്ന സ്മൃതി, 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ നിരുപാധികം പിൻവലിക്കേണ്ടി വരും. Debate with Smriti Parithikar.